നരേന്ദ്രമോദിയും ബി.ജെ.പിയും ഒരു വ്യാഴവട്ടക്കാലം ഭരണത്തിലുടനീളം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. മോദി സർക്കാരിനെ കോൺഗ്രസ് വിമർശിച്ചാൽ അത് രാഷ്ട്രീയ പ്രേരിതം, വിമർശിച്ചവർ രാജ്യദ്രോഹികൾ. ഈ മുദ്ര കുത്തുകയായിരുന്നു പതിവ്. അവസാനം പരീക്ഷാ പേപ്പർ വിറ്റ് കാശാക്കി പരീക്ഷയിൽ പരാജയപ്പെടേണ്ടി വന്ന പല കുട്ടികളും ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പോയ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും രാജ്യദ്രോഹിയാക്കേണ്ടുന്നൊരു പരിപാടിയാണ് ബി.ജെ.പി കരുതി വച്ചിരുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ പ്ലാൻ, അതിനുവേണ്ടി നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇന്റലിജൻസ് സംവിധാനത്തെയും തന്നെ വെട്ടിച്ചുകൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ വെറും നോക്കുകുത്തികളായി മാറുകയായിരുന്നു കേന്ദ്രം. ഇത്രയും വലിയൊരു തട്ടിപ്പിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു യോഗം പോലും ചേരാതെ CJP എന്ന നവ സമര സംഘടനയ്ക്കെല്ലാം വിട്ടുകൊടുത്ത് മാറി നിന്ന കോൺഗ്രസിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആളുകൾ വിമർശിച്ചപ്പോൾ അവർ അറിഞ്ഞിരുന്നില്ല പുലി പതുങ്ങുന്നത് കുതിക്കാനായിരുന്നു എന്നുള്ള സത്യം. ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്, അതിന് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തത് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതി, മല്ലികാർജുൻ ഖർഗെയുടെ പിറന്നാൾ ദിവസമായിരുന്നു. ഒരു പിറന്നാൾ ഒത്തുകൂടൽ എന്നതിനപ്പുറം അത് നേതാക്കളുടെ അവർ തുടങ്ങാനുള്ള തയ്യാറെടുപ്പ്, സമരത്തിനുള്ള തയ്യാറെടുപ്പ് എന്നുള്ളത് കേന്ദ്ര ഇന്റലിജൻസ് പോലും അറിഞ്ഞില്ല. അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ഒരൊറ്റ പ്രഖ്യാപനം, ഇനി നമ്മൾ സമരമുഖത്താണ്, തീപാറുന്ന സമര പോരാട്ടങ്ങൾക്ക് ഇന്ദ്രപ്രസ്ഥം സാക്ഷ്യം വഹിക്കും എന്നുള്ളത്. അതിനുശേഷം നിമിഷങ്ങൾ വെച്ചുകൊണ്ടാണ് മോദിയുടെ ആളെ പറ്റിക്കുന്ന ഈ ഭരണത്തിന് ആണിയടിച്ചു തുടങ്ങിയത് രാഹുൽ ഗാന്ധി. ഓരോ കള്ളത്തരങ്ങളും അക്കമിട്ട് നിരത്തി ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും യുവാക്കളെയും രാഹുൽ ഗാന്ധി ഒപ്പം ചേർത്തു നിർത്തി. തട്ടിപ്പിന് കൂട്ടുനിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയ പരീക്ഷകളെയെല്ലാം നിരത്തി വെച്ച് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. അതായത് കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ 152 പരീക്ഷാ പേപ്പർ അല്ലെങ്കിൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചകളാണ് ഈ രാജ്യത്ത് സംഭവിച്ചത് എന്നും ഒന്നിൽ പോലും ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന് മുന്നിൽ വെളിപ്പെടുത്തി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യണമെന്നും ആ നീക്കം ചെയ്യുന്നതുവരെ ഈ സമരമുഖത്ത് തന്നെ കാണുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയിരിക്കുന്നു. ജൂലൈ 20-ാം തീയതി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ചലോ സൻസദ് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് തല്ലിച്ചതച്ചതിൽ പ്രധാനമന്ത്രി മോദി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വെച്ച് പ്രദർശിപ്പിക്കുകയുണ്ടായി. സുരക്ഷാ സേന ആയുധങ്ങൾ പ്രയോഗിക്കാനും തല്ലിച്ചതക്കാനും മാത്രമുള്ള എന്ത് തെറ്റാണ് നമ്മുടെ ഈ പാവം കുട്ടികൾ ചെയ്തത് എന്ന ചോദ്യം വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലാണ് തറച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് നേരെ ഇങ്ങനെ സംഭവിച്ചത്? ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവർ സമാധാനപരമായി പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തത്. ഈ രാജ്യം അവർക്ക് നൽകാൻ ബാധ്യസ്ഥമായ കാര്യങ്ങളാണ് അവർ ചോദിച്ചത്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ തീവ്രവാദികളല്ല, അവർ നമ്മുടെ ഭാവിയാണ്. ഇതിൽ ഉത്തരവാദികളായ എല്ലാവർക്കുമെതിരെ നടപടി വേണമെന്നും അതുണ്ടാകുന്നതുവരെ അടങ്ങിയിരിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയാണ്. എന്നും നരേന്ദ്രമോദിക്കൊപ്പം നിന്ന നമുക്കറിയാം, യുവാക്കളും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അടങ്ങുന്ന ഏകദേശം 25% വരുന്ന ജനങ്ങളാണ് മോദി ഭരണത്തെ കൈവിടാനൊരുങ്ങിയിരിക്കുന്നത്. CJP എന്ന സംഘടന ചെയ്ത സമരം കോൺഗ്രസ് ഏറ്റുപിടിക്കുകയായിരുന്നില്ല. പകരം ജനരോഷമിരമ്പുന്ന ഈ രാജ്യത്തിൻ്റെ പ്രതിഷേധാഗ്നിയെ ഒരു കാട്ടുതീ പോലെ പടർത്തുകയായിരുന്നു കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ചെയ്തത്. ഇത് ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ സമരമല്ല, മറിച്ച് ഭരണപക്ഷത്തിനെതിരെ ഒരു രാജ്യം തന്നെ ഏറ്റെടുത്ത പ്രതിഷേധമാണ്. അങ്ങനെയാക്കി മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചത് ഈ രാജ്യത്ത് നിന്ന് ലഭിക്കുന്ന ജനപിന്തുണ എത്രയോ വർദ്ധിപ്പിച്ചതിൻ്റെ ഫലം തന്നെയാണ്. ബാക്കിയുള്ളത് ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ. നരേന്ദ്രമോദി ഭരണം ഒരു വ്യാഴവട്ടക്കാലം കടക്കില്ല എന്നുള്ള സൂചനയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.